ഹലോ. ഞാൻ ഇന്ന് വന്നേക്കണുണ്ടല്ലോ, ഈ കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു പുഴുക്കിന്റെ റെസിപ്പി ആയിട്ടാണേ. നമ്മുടെ ചക്കപ്പുഴുക്കിന്റെയൊക്കെ അതേ ടേസ്റ്റ് ആട്ടോ ഇത് വെച്ചുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. എനിക്കിന്ന് 2 കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാ പറയുന്നത്. ചില നാട്ടിൽ ശീമച്ചക്ക എന്ന് പറയും. എനിക്കറിയത്തില്ല വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന്. നിങ്ങക്ക് നിങ്ങളുടെ നാട്ടിൽ വേറെയാണ് പറയുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മളിന്ന് ഒരു കടച്ചക്ക വെച്ചിട്ടാട്ടോ പുഴുക്കുണ്ടാക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്ത് അതിന്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് മീഡിയം സൈസ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ട്ടോ. ഇത് നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിലാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ട്ടോ. ഞാൻ കല്ലുപ്പാട്ടോ ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാമേ. ഒറ്റ വിസിൽ മതി ട്ടോ. അതിൽ കൂടുതൽ വേണ്ട. ഒറ്റ വിസിൽ ഇത് വെന്ത് കിട്ടും. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനെ നമ്മളൊരു മിക്സിയുടെ ജാറിൽ 2 പിടി തേങ്ങാപ്പീര ഇടുക, 4 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി കുറച്ച് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അരയ്ക്കണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ കടച്ചക്ക നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് വരാമേ. ഇതുണ്ടല്ലോ ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തവിയൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് അങ്ങ് ഉടയ്ക്കണേ. ഉടച്ചു കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഉടച്ചതിന് ശേഷം നമ്മുടെ ഈ അരപ്പ് ഇട്ട് കൊടുക്കണം. അരപ്പ് ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യണേ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലതായിട്ട് ഈ അരപ്പും ഈ ചക്കയും കൂടി കടച്ചക്കയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 2 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കടച്ചക്ക പുഴുക്ക് റെഡിയാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കിന്റെ അതേ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ല ട്ടോ. ഇപ്പൊ നാട്ടിലും എനിക്ക് തോന്നുന്നു ഈ കടച്ചക്കയുടെ ഒക്കെ സീസൺ ആണെന്ന് തോന്നുന്നേ. അപ്പൊ നിങ്ങക്ക് കടച്ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.